ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണ്, കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കേണ്ടതില്ല. ഇതിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചില നെഗറ്റീവ് കമന്റ്സ് കാണുമ്പം നമ്മൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ പേഴ്സണെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കൂ എന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് മാത്രം നിങ്ങൾ എടുക്കുക. കാരണം ഏതൊരു വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ചെയ്യൂ, സെൽഫ് ലവ് ചെയ്യൂ എന്നുള്ളത്. അല്ലാതെ ആ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇങ്ങനെ കളയൂ എന്നുള്ളത് ഞാൻ എവിടെയും മെൻഷൻ ചെയ്ത് പറയാറില്ല. ഓക്കെ, ചില കമന്റ്സ് കണ്ടതുകൊണ്ട്, ചിലതല്ല, ഒരു കമന്റ് കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. സോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജിയും കറന്റ് സിറ്റുവേഷനും. അതിനു മുൻപ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താന്നുള്ളത് നോക്കാം. വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് എനർജി? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, അവരെ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള എനർജി തന്നെ കിട്ടും. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണ്? ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് സിറ്റുവേഷൻ നോക്കാം. എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കറന്റ് സിറ്റുവേഷൻ? ടെമ്പറൻസ് വന്നിട്ടുണ്ട്, 4 ഓഫ് സോർട്സ്, എംബ്രസ് കാർഡ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് പെൻഡക്കിളും 10 ഓഫ് വാൻസും വന്നിട്ടുണ്ട്. ദ ഹെയറോഫന്റ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഈ ഒരു കാർഡ്സില് ഫസ്റ്റ് ഞാൻ അവരുടെ കറന്റ് എനർജി എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ കറന്റ് സിറ്റുവേഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ അവരുടെ കറന്റ് എനർജി നോക്കുമ്പം ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ജസ്റ്റിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട ജസ്റ്റിസ് അവരുടെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ്. ലൈഫിൽ വേറെ വ്യക്തികളുടെ കൂടെ, അതായത് മനഃപൂർവ്വം നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് വേറെ വ്യക്തികളുടെ കൂടെ പോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആവാനുള്ള ഒരു റീസൺ വേറെ വ്യക്തികൾ ഇടയിൽ വന്നിട്ടുള്ളതാണ്. ചിലരെങ്കിലും ഒരു 100-ൽ 80% ചീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ചീറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ കാണിക്കുന്നത്. ചിലരെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് ജോബ് കരിയർ ബേസ് ആയിരിക്കാം. ഇവിടെ ഭൂരിഭാഗം പറയുന്നത് ഇങ്ങനെ വേറെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒഴിവാക്കിയിട്ട് പോയതായിട്ടാണ്. അവരുടെ കറന്റ് എനർജി നോക്കുമ്പം നിങ്ങളുടെ സോളിന്റെ അടുത്ത് അവർക്ക് ഭയങ്കരമായിട്ടും അറ്റാച്ച്മെന്റ് തോന്നുന്ന, ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണിത്. കാരണം ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോൾമേറ്റ് കാർഡാണിത്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം.
ഒരു സോൾമേറ്റ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ ആ ഒരു സമയത്ത് ആ ഒരു തോന്നലില് ആ ഒരു സമയത്ത് അവർ നിങ്ങളെ വിട്ടിട്ട് പോയി. പക്ഷെ ഇപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞ അവരുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഇടയിൽ അവരെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കാം, നിങ്ങളുടെ വാല്യൂ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിരിക്കാം. എന്താണെങ്കിലും ഇവിടെ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റത്തില്ല എന്ന് വേണം പറയണമെങ്കിൽ. കാരണം അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അത് നിങ്ങളുടെ ഈ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് നടത്തുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പേഴ്സൺ ഒരു ഡേ ഡ്രീം കാണുന്ന ഒരാളായിരുന്നു. അവർക്ക് മെച്ചൂർഡ് ഉണ്ടായിരുന്നിട്ടില്ല. അതായത് തുടക്ക സമയത്ത് ഒരു അട്രാക്ഷന്റെ പേരിൽ എന്ത് കണ്ടാലും അവർക്ക് വേണം. അതായത് തുടക്കം അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട അത് അവർക്ക് വേണം. ആ ഒരു ക്യൂരിയോസിറ്റിന്റെ പേരിൽ അവരത് അങ്ങോട്ട് സ്വീകരിക്കും. ദെൻ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടാണ്ടായി പോകും. ഇനിയിപ്പോ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാലോ അത് വേണ്ടാന്ന് തന്നെ. അവിടെ അവർ വേറൊരു തീരുമാനം എടുക്കത്തില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ഹേർട്ട് ചെയ്യും അങ്ങനത്തെ ഒന്നും ചിന്തിക്കാതെ കുറച്ചൊരു അഹങ്കാരമുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അതായത് ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, മറ്റുള്ളവരെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാത്ത ഒരു പേഴ്സൺ ആയിരുന്നു അവര്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പം അവരൊരു മെച്യൂർഡിലേക്ക് വന്നിട്ടുണ്ട്. അവർ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് തെറ്റെന്താ ശരി എന്താ, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവരിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജസ്റ്റിസ് കാരണമാണ് അവർക്ക് അങ്ങനെ ഒരു മാറ്റം ലൈഫിൽ വന്നിട്ടുള്ളത്. അവരുടെ കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും ഇവിടെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് അവരിപ്പോ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. മേ ബി അവർക്ക് എനിക്ക് തോന്നുന്നു ലൈഫിൽ ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടാകാം ഈ ഒരു ജസ്റ്റിസ് കാരണം. ഇവിടെ അവരുടെ കറന്റ് എനർജിയിൽ എനിക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നത് 9 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. അവര് അഡിക്ഷൻ ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളെ വെച്ചോണ്ടിരുന്ന സമയത്ത് നിങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സിറ്റുവേഷൻസ്. അതായത് സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ ഒരാള് പെട്ടെന്ന് വേറെ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് പകരം വന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, അത് എന്താ ആയിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷനിൽ അവർ അഡിക്റ്റഡ് ആയതുകൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടായിരുന്നത്. അഫ്കോഴ്സ് അപ്പം ഇപ്പത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ അവര് ഷുവർ ആയിട്ട് ഡെഫിനറ്റ്ലി അവർക്ക് ഇപ്പം ആ ഒരു എനർജി ഇല്ല, ആ ഒരു അഡിക്ഷൻ അവർക്കില്ല. കാരണം അവരിപ്പം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ സിറ്റുവേഷൻ ഇപ്പൊ ഒരു ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. ചിലരുടെ പേഴ്സൺസ് എങ്കിലും ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നുണ്ടാകും. ഇനി സ്പിരിച്വൽ പാത്ത് എന്ന് പറയുമ്പം ദൈവവിശ്വാസത്തിലേക്ക് പോയി ദൈവത്തെ ധ്യാനിച്ചിരിക്കുന്നു എന്നല്ല, അവരുടെ സിറ്റുവേഷൻസ് കൊണ്ട് അവർ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഒരിക്കലും ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാള് ദൈവത്തെ വിളിക്കാനും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാനും സ്വന്തമായിട്ട് സ്നേഹിക്കാനും താൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശരി എന്ത് തെറ്റെന്ത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവും സെൽഫ് ലവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ചിലരെങ്കിലും പറയും എന്റെ പേഴ്സണ് ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്, എങ്ങനെയാണ് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്പിരിച്വൽ പാത്തിലേക്ക് പോകുന്നത് എന്നൊക്കെ ചിലർ ചോദിക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. അതൊരു ദൈവവിശ്വാസം മാത്രമല്ല, നമ്മള് ഒരു സിറ്റുവേഷനിൽ നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മളെ ദൈവത്തെ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. അതിന്റെ റീസൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നല്ലൊരു തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടുണ്ടാക്കാം. അത് ഒരു കർമ്മ എന്നൊക്കെ തന്നെ പറയാം. അപ്പം ഇപ്പൊ അവർ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അതിൻ്റെതായിട്ടുള്ള കുറച്ചൊരു മാറ്റങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു അവരുടെ എനർജിയിൽ അവര് ഒന്ന് മെച്ചൂർഡ് ആവുന്നുണ്ട്. ഇപ്പം അത് ഈ ഒരു സെൽഫ് ലവ് റീസൺ ആണ് അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലരെങ്കിലും ഇപ്പം സ്വന്തം സ്റ്റെബിലിറ്റിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അബ്രോഡഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം. ആദ്യം നിങ്ങളെ സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര ലാവിഷായിട്ട്, വെറുതെ ഇങ്ങനെ ലാവിഷായിട്ട് എല്ലാം ഒരു തമാശ രീതിയിൽ കണ്ട ഒരാളായിരുന്നിരിക്കാം. അതായത് അവർ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എനിക്ക് അത് വലുതാണ്, എനിക്ക് അത് ഭയങ്കര സിൻസിയർ ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാള്. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞ് അവർക്ക് അതിനോടുള്ള ഒരു എക്സൈറ്റ്മെന്റ് അങ്ങോട്ട് പോകും. പക്ഷെ അതിപ്പം അങ്ങനെയല്ല. അവരെല്ലാത്തിലും ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കാനും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനല്ല അവർ ശ്രമിക്കുന്നുണ്ട്. 4 ഓഫ് സോർഡ്സ് ആണ്. സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് അവർ പുറത്ത് കാണിക്കുന്നില്ല. ഇപ്പൊ എന്തായാലും അവരുടെ കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട്
അതായത് അവർക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അവർ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തെറ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. സോ അവരുടെ സ്നേഹം അവർ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അവർ നല്ലൊരു ഡിവൈനിങ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ്. നിങ്ങളെ അവര് ഫസ്റ്റ് ടൈം നല്ലോണം കെയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കരുതിയിട്ടുണ്ടാകും ഈ പേഴ്സണെ കിട്ടിയത് എന്റെ ലൈഫിൽ ഭയങ്കര ഭാഗ്യമാണ് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും. അപ്പൊ അന്ന് അവരത് മനസ്സിലാക്കിയില്ല, നിങ്ങൾ എത്രത്തോളം വാല്യൂ ആ പേഴ്സണ് കൊടുത്തിട്ടുണ്ടെന്ന് അന്ന് അവർ മനസ്സിലാക്കിയില്ല. പക്ഷെ ഇപ്പൊ അവരത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല നിങ്ങളും ഈ പേഴ്സന്റെ ലൈഫിൽ അതുപോലെ ആയിരുന്നിട്ടുണ്ടാകാം. അതായത് ഭയങ്കര ഒരു കെയറിങ്, ഒരു മദർ കെയറിങ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം, എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. അത് ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത്. അവരങ്ങനെയാണ് നിങ്ങളെ നിങ്ങൾ അങ്ങനെയാണ് ആ പേഴ്സണെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് അവരിപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിനോട് അവർക്ക് നോ പറയാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും മെയിൻ ആയിട്ടും അവരുടെ ലൈഫിൽ നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ടാവും. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് അവരുടെ ലൈഫിൽ നിങ്ങളെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ കടന്നു വരുമ്പോൾ അവരോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോ പറയാൻ പറ്റാതെ അവരിൽ തന്നെ അഡിക്റ്റഡ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് പാസ്റ്റിൽ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവർക്ക് എല്ലാം റിയലൈസ് ചെയ്ത് വരുന്നത് കൊണ്ട്, ഡിവൈനുമായിട്ടൊരു കണക്ട് ചെയ്ത് വരുന്നത് കൊണ്ട്, ഒരു മെച്യൂരിറ്റിയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവര് മനസ്സിലാക്കുന്നുണ്ട് നോ പറയേണ്ടടുത്ത് അവർക്ക് എന്തായാലും നോ പറഞ്ഞേ പറ്റത്തുള്ളൂ. സിറ്റുവേഷൻസ് കണ്ണു തുറന്ന് കാണണം, അതിനനുസരിച്ച് വേണം മൂവ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഇപ്പം ആദ്യം അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ആളുകളൊന്നും ഇപ്പൊ അവരുടെ കൂട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചുറ്റിനുമുള്ള ആളുകൾ ഫേക്ക് ആണോ ആരാണ് റിയൽ എന്നൊക്കെയുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് സ്നേഹിക്കുന്ന വ്യക്തികളെ മാത്രമേ കൂടെ ചേർത്ത് പിടിക്കണം, അവരെ ഒരിക്കലും അവോയ്ഡ് ചെയ്ത് മാറ്റാൻ പാടില്ല. അവര് ലൈഫിൽ വേണം എന്നുള്ളത്, അതായത് നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാൻ എന്നുള്ള ഒരു വിചാരത്തിലേക്ക് അവർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വാല്യൂ ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.